എറണാകുളം തൃപ്പൂണിത്തുറയിൽ റാഗിങ്ങിനെ തുടർന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫ്ളാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത കേസിൽ കുടുംബത്തിന്റെ മൊഴി പോലീസ് എടുത്തു. ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. കേസിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുമായി പോലീസ് ഇന്ന് സംസാരിക്കും. റാഗിങ്ങിന് വിധേയമായതുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരും. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, യഥാർത്ഥത്തിൽ വളരെ ഭീകരമായ സംഭവമാണ്. റാഗിങ് എല്ലാം ഒഴിഞ്ഞുപോയി, ആൻറ്റി റാഗിങ് സ്ക്വാഡൊക്കെ കേരളത്തിൽ ശക്തമാണ് എന്നൊക്കെ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക് ഇത്രയും നിർദ്ദയമായ പീഡനങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടായത്. പറയൂ. തീർച്ചയായും എസ്കെൻ, ആദ്യം ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്ര കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ കേട്ടാൽ ആരും ഞെട്ടിപ്പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്നലെ ആ കുട്ടിയുടെ മാതാവ് സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. അത് 8ാം ക്ലാസ്സിലും 9ലും 10ലുമൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരാണ് സഹപാഠിയെയും സ്കൂൾ ബസ്സിലും ഒപ്പം വാഷ്റൂമിലിട്ട് മർദ്ദിക്കുകയും ക്ലോസറ്റിൽ മുഖം വെച്ച് ഫ്ലഷ് ചെയ്യുകയും ഒക്കെ ചെയ്തത് എന്നുള്ള വളരെ പൈശാചികമായ റാഗിംഗ് മുറകളുടെ വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും അതിൽ പോലീസ് മേധാവിക്കാണ് കുടുംബം പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃക്കാക്കര ACPയാണ് അന്വേഷണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ അന്വേഷണ സംഘം കുട്ടിയുടെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ സ്കൂളിലെത്തിയിരുന്നു. ചോറ്റാനിക്കരയിലാണ് സ്കൂളുള്ളത്, ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. ആ സ്കൂളിലെ അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളിനെതിരെ കൂടി ചില ആരോപണങ്ങളുണ്ടായിരുന്നു. ചില ചെറിയ തെറ്റുകളുടെ പേരിൽ പോലും കടുത്ത ശിക്ഷാ നടപടികൾ, മനുഷ്യത്വ വിരുദ്ധമായ ശിക്ഷാ നടപടികൾ കുട്ടിക്ക് നൽകി എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സ്കൂൾ അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. അപ്പം റാഗിങ്ങിനെ കുറിച്ച് അറിയില്ല, CCTV പരിശോധിക്കാം, നിലവിൽ പരാതികളൊന്നും സ്കൂളിൽ ലഭിച്ചിട്ടില്ല എന്നൊരു മൊഴി കൂടി നൽകിയിട്ടുണ്ട്. അപ്പം ഈ ആരോപണ വിധേയരായ കുട്ടികളുമായി പോലീസ് സംസാരിക്കും. അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും ആ നടപടികളിലേക്ക് കടക്കുക. അത് ഇന്നും നാളെയുമായി തന്നെ ആ കേസ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം സ്കൂളിലെ പൂർണ്ണമായ CCTVകൾ പരിശോധിക്കും. ഈ ചാറ്റുകൾ നടത്തിയിട്ടുള്ള അതിൻ്റെ യഥാർത്ഥ സോഴ്സ് പോലീസ് എടുക്കും. ഒപ്പം അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടത്തി ഈ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം. എന്തായാലും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം.